April 2018 Part B question ആണ്. Part B ലെ 7th question. Two 20-degree gear have a module pitch of 5 mm. The number of teeth on the pinion is 20 and the gear ratio 2. If the pitch line speed is 1.2 meter per second, assuming addendum as standard and equal to one module, find Roman letter 1 the angle turned through by pinion when one pair of teeth is in mesh. Second one, maximum sliding velocity. Phi is equal to, okay, നമുക്ക് തന്നിരിക്കുന്ന ആംഗിൾ പ്രഷർ ആംഗിൾ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ഫൈ എന്നാണ് ഡിനോട്ട് ചെയ്യുക, 20 ഡിഗ്രിയാണ്. ദെൻ ടി ഈസ് ഈക്വൽ ടു, ടി എന്ന് പറഞ്ഞാൽ ഗിയറിൻ്റെ അല്ലെങ്കിൽ പിനിയൻ്റെ നമ്പർ ഓഫ് ടീത്താണ്. നമ്മളിവിടെ നമ്പർ ഓഫ് ടീത്ത് ഇൻ പിനിയനാണ് ഞാൻ സ്മോൾ ടീന്ന് എടുക്കുന്നത്. ഓക്കെ, 20 ആണ്. അടുത്തത് ഐ ഈസ് ഈക്വൽ ടു, അതിൻ്റെ റേഞ്ച് തന്നിട്ടുണ്ട്, ഗിയർ റേഷ്യോ തന്നിട്ടുണ്ട്. ഐ ഈസ് ഈക്വൽ ടു ടി ബൈ ടി, ദാറ്റ് മീൻസ് ക്യാപിറ്റൽ ടി ഡിവൈഡ് ബൈ സ്മോൾ ടി. ക്യാപിറ്റൽ ടി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടീത്ത് ഇൻ ഗിയർ ആണ്, സ്മോൾ ടി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടീത്ത് ഇൻ പിനിയൻ ആണ്, ഈക്വൽ ടു 2. ദെയർഫോർ ക്യാപിറ്റൽ ടി ഈക്വൽ ടു 2 ഇൻറ്റു 20. ഓൾറെഡി സ്മോൾ ടി അറിയാം, സോ ക്യാപിറ്റൽ ടി ഇവിടെ നിന്ന് കിട്ടും. ദാറ്റ് മീൻസ് നമ്പർ ഓഫ് ടീത്ത് ഇൻ ഗിയർ കിട്ടി. അടുത്തത് നമ്മൾ ക്വസ്റ്റിനകത്ത് മോഡ്യൂൾ തന്നിട്ടുണ്ട്, മോഡ്യൂൾ എം ഈക്വൽ ടു 5 ആണ് എം. ദെൻ വെലോസിറ്റി തന്നിട്ടുണ്ട് 1.2 മീറ്റർ പെർ സെക്കൻഡ്സ്. ഇനി അഡൻഡം ഈക്വൽ ടു 1 മോഡ്യൂൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് മീൻസ് അഡൻഡം ഈക്വൽ ടു 5, 1 മോഡ്യൂൾ എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു എം ആണ്, എം ഈസ് ഈക്വൽ ടു 5 ആണ്. സോ അഡൻഡം ഈക്വൽ ടു 5 mm ആണ്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് എൽ പി ലെങ്ത് ഓഫ് പാത്ത് ഓഫ് കോൺടാക്റ്റ് കണ്ടുപിടിക്കുക. ഓക്കെ, ദാറ്റ് മീൻസ് റൂട്ട് ഓഫ്, അതിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് RA1² മൈനസ് R1² കോസ് സ്ക്വയർ 5 പ്ലസ് റൂട്ട് ഓഫ് RA2² മൈനസ് R2² കോസ് സ്ക്വയർ 5 മൈനസ് R1 പ്ലസ് R2 ഇൻറ്റു സൈൻ 5. R1 എന്ന് പറഞ്ഞാൽ എം ടി ഡിവൈഡ് ബൈ 2 ആണ്. ടി എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ R1 എന്ന് പറയുന്നത് നമ്മൾ പിനിയൻ്റെ റേഡിയസ് ആണ് കേട്ടോ. അപ്പോൾ എം മോഡ്യൂൾ ഇൻറ്റു നമ്പർ ഓഫ് ടീത്ത് ഇൻ പിനിയൻ ഡിവൈഡഡ് ബൈ 2, ദാറ്റ് മീൻസ് 5 ഇൻറ്റു 20 ഡിവൈഡ് ബൈ 2, 50 mm. RA1 എന്ന് പറഞ്ഞാൽ ഔട്ടർ. ഓക്കെ, RA1 ഈക്വൽ ടു R1 പ്ലസ് അഡൻഡം, ദാറ്റ് മീൻസ് 50 പ്ലസ് 5, 55 mm. ഇനി R2 എന്ന് പറഞ്ഞാൽ റേഡിയസ് ഇൻ ഗിയർ. ഓക്കെ, എം ടി, എം ഇൻറ്റു ക്യാപിറ്റൽ ടി ഡിവൈഡ് ബൈ 2, T is equal to 40. Therefore 5 into 40 divided by 2, 100 mm. RA2 equal to R2 plus addendum, that means 100 plus 5, 105 mm. Okay, നമുക്കപ്പോൾ R1 അറിയാം, RA1 അറിയാം, R2 അറിയാം, RA2 അറിയാം. ഈ വാല്യൂസ് എല്ലാം കൊണ്ടുവന്ന് നമ്മൾ എൽ പിയുടെ ഇക്വേഷൻ, നമ്മളിവിടെ എൽ പിയുടെ ഇക്വേഷൻ ഉണ്ടല്ലോ, ഈ ഇക്വേഷൻ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 24.15 mm കിട്ടും. ഓക്കെ, അപ്പോൾ എൽ പി കിട്ടി. എൽ പി കിട്ടിക്കഴിഞ്ഞാൽ എന്താണ്, ആർക്ക് ഓഫ് കോൺടാക്റ്റ് കണ്ടുപിടിക്കാൻ ഈസിയാണ്. എൽ എ ഈക്വൽ ടു, എൽ എ എന്ന് പറഞ്ഞാൽ ആർക്ക് ഓഫ് കോൺടാക്റ്റ് ആണ്, എൽ എ ഈക്വൽ ടു എൽ പി ഡിവൈഡ് ബൈ കോസ് 5, ദാറ്റ് മീൻസ് 24.15 ഡിവൈഡ് ബൈ കോസ് 20, ദാറ്റ് മീൻസ് 25.7 mm ആണ് എന്താണ് ആർക്ക് ഓഫ് കോൺടാക്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഫസ്റ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ആംഗിൾ ടേൺഡ് ത്രൂ ബൈ പിനിയൻ വെൻ വൺ പെയർ ഓഫ് ടീത്ത് ഇൻ ദിസ് മെഷ്. ഓക്കെ, അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ആർക്ക് ഓഫ് കോണ്ടാക്ട് ഇൻറ്റു 360 ഡിഗ്രി ഡിവൈഡഡ് ബൈ സർക്കംഫറൻസ് ഓഫ് ദി പിനിയൻ. ഓക്കെ, അപ്പോൾ ലെങ്ത് ഓഫ് ആർക്ക് ഓഫ് കോണ്ടാക്ട് നമുക്ക് അറിയാം, എത്രയാണ്, എൽ എ ഈക്വൽ ടു എൽ എ ആണ് നമ്മൾ ലെങ്ത് ഓഫ് ആർക്ക് ഓഫ് കോൺടാക്റ്റ് എന്ന് പറയുന്നത്. എൽ എ ഇൻറ്റു 360 ഡിഗ്രി ഡിവൈഡഡ് ബൈ സർക്കംഫറൻസ് ഓഫ് ദി പിനിയൻ, ദെയർഫോർ 2π ഇൻറ്റു R1. ഓക്കെ, 2π ഇൻറ്റു R1. സോ
25.7 into 360 divided by 22 pi into 50. അപ്പോൾ നമുക്കിത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 29.45 ഡിഗ്രീന് കിട്ടും. അടുത്ത് നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞത് സെക്കൻഡ് വൺ എന്താണ്? മാക്സിമം സ്ലൈഡിങ് വെലോസിറ്റിയാണ്. അപ്പോൾ ഈ സ്ലൈഡിങ് വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറഞ്ഞാൽ ഓക്കെ, പിച്ച് ലൈൻ സ്പീഡ് V is equal to ω1 R1 equal to ω2 R2 ആണ്. സോ ω1 എന്ന് പറഞ്ഞാൽ ആംഗുലർ സ്പീഡ് ഓഫ് പിനിയൻ, ω2 എന്ന് പറഞ്ഞാൽ ആംഗുലർ സ്പീഡ് ഓഫ് ഗിയർ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ V is equal to R ω ആണ് ഫോർമുല അറിയാമല്ലോ, ആ ഇതിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. V is equal to R1 ω1 equal to V is equal to R2 ω2. സോ therefore ω1 equal to നമുക്ക് വെലോസിറ്റി ആൾറെഡി അറിയാം, 1.2 into 10 മീറ്റർ പെർ സെക്കൻഡ്സ് ആണ് അവിടെ പറഞ്ഞത്. സോ ഇതെന്താണ്, നമ്മൾ എമ്മിലോട്ട് മാറ്റുവാണ്. സോ 1.2 into 10⁻³ ഡിവൈഡ് ബൈ R1. R1ൻ്റെ വാല്യൂ 50 mm ആണ്. സോ 24 റേഡിയൻ പെർ സെക്കൻഡ്സും കിട്ടും. ഇതേപോലെ സിമിലർലി ω2 കിട്ടും. ഓക്കെ, അപ്പോൾ മാക്സിമം വെലോസിറ്റി ഓഫ് സ്ലൈഡിംഗ് എന്ന് പറഞ്ഞാൽ അതാണ് കണ്ടുപിടിക്കേണ്ടത്. VS ഈക്വൽ ടു ω1 + ω2 ഇൻറ്റു ലെങ്ത് ഓഫ് പാത്ത് ഓഫ് അപ്രോച്ച്, ദാറ്റ് മീൻസ് KP എന്നാണ് നമ്മൾ പറയാം. ഓക്കെ, ഞാൻ എൻ്റെ ഈ ഫോം ഇതിനകത്ത് ഒറ്റ അടിക്കാണ് ഞാൻ ലെങ്ത് ഓഫ് പാത്ത് ഓഫ് കോണ്ടാക്റ്റ് എടുത്തിരിക്കുന്നത്, മനസ്സിലാവുണ്ടോ? പക്ഷേ നമ്മൾ ചില ബുക്കിലൊക്കെ EP ഇൻറ്റു LM അങ്ങനെയൊക്കെ പറയാറുണ്ട്, സോറി KL എന്ന് പറയാറുണ്ട്. ഇങ്ങനെ ഇതാണ് അതിൻ്റെ ഫോർമുല. KP ഈക്വൽ ടു റൂട്ട് ഓഫ് എന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ ഫോർമുലയുടെ ഫസ്റ്റ് പാർട്ടാണ്, മനസ്സിലാവുണ്ട്? ഈ ഫോർമുലയുടെ ഫസ്റ്റ് പാർട്ടാണ് ഇൻറ്റു R1. അതേപോലെ തന്നെ അപ്പോൾ അത് ഇങ്ങനെയും ചെയ്യാം. ഒറ്റയടി ചെയ്യുകയാണെങ്കിൽ വെറും ലെങ്ത് ഓഫ് പാത്ത് ഓഫ് കോണ്ടാക്ട് കണ്ടുപിടിക്കുകയാണെങ്കിൽ ആ LP ഫോർമുല ചെയ്യാം. ഇങ്ങനത്തെ രീതിയിലാണെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ KP കണ്ടുപിടിച്ച് ദെൻ KL കണ്ടുപിടിച്ച് ദെൻ രണ്ട് ആഡ് ചെയ്ത് ചെയ്യുവാണെങ്കിൽ LP കിട്ടും. പിന്നെ നിങ്ങൾ LA കണ്ടുപിടിച്ച് അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ KP ഈക്വൽ ടു റൂട്ട് ഓഫ് R(A2) സ്ക്വയർ മൈനസ് R(2) സ്ക്വയർ cos സ്ക്വയർ 5 മൈനസ് R2 ഇൻറ്റു സൈൻ 5. അത് സോൾവ് ചെയ്യുമ്പോൾ 12.65 mm കിട്ടും. ഇനി KL എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് പാത്ത് ഓഫ് ആക്സിസ് ആണ്. സോ R(A1) സ്ക്വയർ മൈനസ് R1 സ്ക്വയർ cos സ്ക്വയർ 5 മൈനസ് R1 ഇൻറ്റു സൈൻ 5. അത് സോൾവ് ചെയ്യുമ്പോഴത്തേക്കും 11.5 കിട്ടും. സോ ഇവിടെ KP ആണ് കൂടുതൽ KLനെ കാട്ടിലും. സോ നമ്മളെന്താണ്, അത് കാരണമാണ് നമ്മളവിടെ KP എടുത്തത്. സപ്പോസ് KLന് കൂടുതലാണെങ്കിൽ എന്താണ്, ഈ മാക്സിമം സ്ലൈഡിങ് വെലോസിറ്റി ഈക്വൽ ടു ω1 + ω2 ഇൻറ്റു KL എടുക്കണം. വിച്ച് വൺ ഇസ് എ മാക്സിമം വാല്യൂ, ആ വാല്യൂ വേണം കൺസിഡർ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടുത്തെ കേസിൽ KLനെക്കാട്ടിലും KP കൂടുതലാണ്. സോ KP എടുത്തു. KP is equal to 12.65. സോ maximum sliding velocity equal to 24 + 12 into 12.65. That means 455.4 mm per seconds എന്ന് വന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ പാർട്ട് ബിയിൽ. ഓക്കെ, 6th question. In a symmetrical tangent cam operating a roller follower, the least radius of the cam is 30 mm and roller radius is 17.5 mm. The angle of ascent is 75 degree, lift is 17.5 mm and the speed of cam is 600 rpm. Calculate 1 principal dimension of cam. Second one, the acceleration of follower at the beginning of the lift where straight flank merges into the circular nose and at the apex of the circular nose. Assume that there is no dwell between ascent and descent. ഓക്കെ, നമ്മളപ്പോൾ ക്വസ്റ്റ്യനകത്ത് തന്നിരിക്കുന്ന ഡേറ്റാസ് എല്ലാം ആദ്യം എടുത്തെഴുതുക. ഓക്കെ, R1 തന്നിട്ടുണ്ട് 30 mm, R2 തന്നിട്ടുണ്ട് 17.5 mm. R1 എന്ന് പറയുന്നത് ലീസ്റ്റ് റേഡിയസ് ആണ്, R2 എന്ന് പറയുന്നത് റോളർ റേഡിയസ് ആണ്. ഓക്കെ, റോളർ റേഡിയസ്. ദെൻ ആൽഫ തന്നിട്ടുണ്ട് 75 ഡിഗ്രി. ടോട്ടൽ ലിഫ്റ്റ് 17.5 mm. N is equal to 600 rpm. ഓക്കെ, 600 rpm. സോ ആ N വെച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ഒമേഗ കണ്ടുപിടിക്കാം. ഒമേഗ ഈക്വൽ ടു 2πN/60. സോ 2π × 600 ഡിവൈഡ് ബൈ 60, 62.84 റേഡിയൻ പെർ സെക്കൻഡ്സിന് കിട്ടി. ഇനി നമുക്ക് എന്താണ്, നമ്മൾ ഇതിനകത്ത് ആ ഫിഗർ വരയ്ക്കുക. ഓക്കെ, ടാൻജൻറ്റ് ക്യാമിൻ്റെ ഫിഗർ വരയ്ക്കുക. ഓക്കെ, ഈ ചെറിയതെന്ന് കണ്ടാൽ ആ ഫോളോവറാണ്, റോളർ ഫോളോവറാണ്. സെൻറ്ററിലുള്ളതാണ് നമ്മൾ ക്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് അതിൻ്റെ സെൻറ്റർ
ഒ ബി, ഓക്കെ, ഒ ബി ഡി അതിൻ്റെ പെർപെൻഡിക്കുലറായിട്ട് ജി വരയ്ക്കുക. ദെൻ ഒ മുതൽ കെ വരെയുള്ള ഡിസ്റ്റൻസിനാണ് ആർ എന്ന് പറയുന്നത്. കെ മുതൽ ജെ വരെയുള്ള ഡിസ്റ്റൻസിന് എൽ എന്നും. ദെൻ മേളിലുള്ള ആ പൊസിഷൻ നോസാണ്. നോസിൽ എച്ച് ജെ ഉണ്ട്. ഓക്കെ, ദെൻ ആ റേഡിയസ് എന്താണ്, നമ്മൾ റോളറിൻ്റെ റേഡിയസ് ആണ് R2 = 17.5 mm എന്ന് പറഞ്ഞിരിക്കുന്നത്. ദെൻ R3 എന്ന് പറഞ്ഞാൽ നോസ് റേഡിയസ് ആണ്. R1 ഇവിടുത്തെ അടിയിലുള്ള, ഓക്കെ, ക്യാമിൻ്റെ റേഡിയസ് ആണ് 30 ഡിഗ്രി. ഓക്കെ, ഇവിടെ നമ്മൾ ഇടയ്ക്ക് 75 ഡിഗ്രി തന്നിട്ടുണ്ട്. ഓക്കെ, 75 ഡിഗ്രി എന്ന് വെച്ചാൽ ടോട്ടൽ ആംഗിൾ ഓഫ് പി ഒ കെ ആണ്. ആംഗിൾ ഓഫ് പി ഒ കെ ആണ് 75 ഡിഗ്രി. ഓക്കെ, അത് കൂടാതെ ആംഗിൾ ഓഫ് ഒ ഡി ബി എന്ന് പറഞ്ഞാൽ പൈ എന്നാണ് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. പൈ എന്നാണ് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്ത് ഓരോ കാര്യം മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആർ എന്ന് പറഞ്ഞാൽ ഓക്കെ, ഓക്കെ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ക്യാം സെൻറ്റർ ആൻഡ് നോസ് സെൻറ്റർ. R3 എന്ന് പറഞ്ഞാൽ നോസ് റേഡിയസ്, ആൾറെഡി ഞാൻ പറഞ്ഞാണ്. സോ ദെയർഫോർ R പ്ലസ് R3 ഈക്വൽ ടു R1 പ്ലസ് ടോട്ടൽ ലിഫ്റ്റ്. Therefore, R plus R3 equal to R1 അറിയാം 30 പ്ലസ് ടോട്ടൽ ലിഫ്റ്റ് അറിയാം 17.5. Therefore, R is equal to 47.5 R3. R എന്ന് പറഞ്ഞാൽ എന്താണ്, ഓക്കെ ആണ്. സോ നമ്മൾ എന്താണ് ആറിന് പകരം ഓക്കെ എന്ന് എഴുതാം. അടുത്തത് OE ഈക്വൽ ടു OP പ്ലസ് PE. ഓക്കെ, R1 ഈക്വൽ ടു OP പ്ലസ് R3. ഓക്കെ, ഇതാണ് ഒ ഇ എന്ന് പറഞ്ഞാൽ ഒ ഇനെ എങ്ങനെ എഴുതാം, ഒ പി പ്ലസ് പി ഇ, ഒ പി പ്ലസ് പി ഇ. ഓക്കെ, ദെയർഫോർ ഒ ഇനെ എങ്ങനെ എഴുതാം, ഒ ഇ ഈക്വൽ ടു R1 എഴുതാം. ഒ ഇ ഈക്വൽ ടു R1 എഴുതാം. സോ ദെയർഫോർ പി ഇനെ എന്താണ് R3 എന്ന് എഴുതാം. പി ഈസ് ഈക്വൽ ടു R3. ദെയർഫോർ ഒ പി ഈസ് ഈക്വൽ ടു R1 മൈനസ് R3. ഒ പി R1ൻ്റെ വാല്യൂ അറിയാം 30. സോ ദെയർഫോർ ഒ പി ഈക്വൽ ടു 30 മൈനസ് R3. ഓക്കെ, ഇനി നമ്മൾ ഫസ്റ്റ് ട്രയാങ്കിൾ, ആ ചെറിയ ട്രയാങ്കിൾ എടുക്കുക. ഒ പി കെ ട്രയാങ്കിൾ ഒ പി കെ അല്ലെങ്കിൽ ഒ കെ ബി. ഓക്കെ, സോ ദെയർഫോർ ഒ പി ഈക്വൽ ടു ഒ കെ കോസ് ആൽഫ. ഒ പി എന്ന് പറയുന്നത് നമുക്കറിയാം 30 മൈനസ് R3 ആണ്. ഓക്കെ എന്ന് പറഞ്ഞാൽ 50 മൈനസ് R3 ഇൻറ്റു കോസ് 75 ഡിഗ്രി. Therefore എന്താണ് 30 മൈനസ് R3 ഈക്വൽ ടു 12.94 മൈനസ്, അത് ഓപ്പൺ ബ്രാക്കറ്റ് ചെയ്തു കേട്ടോ, 0.2588 ഇൻറ്റു R3 ഈക്വൽ ടു 23.19 mm. Therefore R1 ഈക്വൽ ടു 50 മൈനസ് R3 അല്ലോ, ആ ഇക്വേഷനിൽ നമ്മൾ R3യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് കഴിഞ്ഞാൽ R ഈക്വൽ ടു 26.981 കിട്ടും. അടുത്ത് നമ്മൾ വലിയ ട്രയാങ്കിൾ എടുക്കുക. ദാറ്റ് മീൻസ് എന്താണ് ഒ ഡി ബി. ഓക്കെ, വലിയ ട്രയാങ്കിൾ ഒ ഡി ബി. Therefore tan pi ഈക്വൽ ടു എന്താണ് ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്, ഡി ബി ഡിവൈഡ് ബൈ ഒ ബി. Therefore ഡി ബിനെ കെ പി എന്ന് എഴുതാം ഡിവൈഡ് ബൈ ഒ ബി. ദെൻ കെ പിനെ ഓക്കെ സൈൻ ആൽഫ എന്ന് എഴുതാം ഡിവൈഡ് ബൈ ഒ ബിനെ R1 പ്ലസ് R2 എന്ന് എഴുതാം. ഓക്കെയുടെ വാല്യൂ അറിയാം 26.981 സൈൻ 75 ഡിഗ്രി ഡിവൈഡ് ബൈ R1ൻ്റെ വാല്യൂ അറിയാം, R2ൻ്റെ വാല്യൂ അറിയാം. സോ ദെയർഫോർ 5 കണ്ടുപിടിക്കാം, 28.75. ഓക്കെ, എ മിനിമം ആക്സിലറേഷൻ മിനിമം എന്ന് പറഞ്ഞാൽ ഫോർമുല R1 പ്ലസ് R2 ഇൻറ്റു ഒമേഗ സ്ക്വയർ. ഓക്കെ, ആൾറെഡി നമ്മൾ ഒമേഗ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 62.84. സോ നമ്മളത് സോൾവ് ചെയ്യുമ്പോഴത്തേക്കും 177,698.95 mm/s കിട്ടും. സോ മീറ്റർ കിട്ടാൻ വേണ്ടി നമ്മൾ ഡിവൈഡ് ബൈ 1000 ചെയ്ത് കഴിഞ്ഞാൽ 177.7 m/s² കിട്ടും. ഇനി മാക്സിമം കണ്ടുപിടിക്കാനുള്ള ഫോർമുല പറഞ്ഞാൽ R1 പ്ലസ് R2 ഇൻറ്റു ഒമേഗ സ്ക്വയർ ഇൻറ്റു 2 മൈനസ് കോസ് സ്ക്വയർ 5 ഡിവൈഡ് ബൈ കോസ് ക്യൂബ് 5 ആണ്. സോ R1 ഒമേഗയുടെ വാല്യൂ, ഓക്കെ, ഇതിന് പറഞ്ഞാൽ R1 പ്ലസ് R2 ഇൻറ്റു ഒമേഗ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആൾറെഡി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ, എ മിനിമം ആണ്. ഓക്കെ, 177.7 ഇൻറ്റു 2 മൈനസ് കോസ് സ്ക്വയർ 30 ഡിഗ്രി ഡിവൈഡ് ബൈ കോസ് ക്യൂബ് 30. സോ 341.98 m/s² കിട്ടും. ഓക്കെ, എൽ എന്ന് പറഞ്ഞാൽ R1 പ്ലസ് R3 ആണ്. സോ ആക്സിലറേഷൻ ഓഫ് ഫോളോവർ അറ്റ് ദി അപെക്സ് ഓഫ് ദി സർക്കുലർ നോസ് എ ഈസ് ഈക്വൽ ടു ഒമേഗ സ്ക്വയർ R ഇൻറ്റു 1 പ്ലസ് എൽ സ്ക്വയർ R ഡിവൈഡ് ബൈ L3. അത് നമ്മൾ ഒമേഗയുടെ വാല്യൂ അറിയാം, ആറിൻ്റെ വാല്യൂ അറിയാം, എല്ലിൻ്റെ വാല്യൂ അറിയാം. ഓക്കെ, അതിന് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ
182152.23 mm/s² കിട്ടും. സോ മീറ്റർ ആക്കാൻ 182.21 m/s² കിട്ടും. ദാറ്റ്സ് ആക്സിലറേഷൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പാർട്ട് സിയിൽ 9th B ആണ്. ഓക്കെ, ഫൈൻഡ് ദി ആംഗുലർ വെലോസിറ്റി ഓഫ് ഗിയർ 8 if the angular velocity of gear 2 is 800 rpm in the direction shown in below. ഓക്കെ, നമ്മളിതിനകത്ത് ഒരു 8 ഗിയർ ഉണ്ട്. ഓക്കെ, 8 ഗിയറിൽ 8ാമത്തെ ഗിയറിൻ്റെ ആംഗുലർ വെലോസിറ്റി കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ω8ൻ്റെ ആംഗുലർ വെലോസിറ്റി കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഗിയർ 8ൻ്റെ ഒമേഗ കണ്ടുപിടിക്കാൻ, ദാറ്റ് മീൻസ് ആംഗുലർ വെലോസിറ്റി കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഗിയർ 2ൻ്റെ ആംഗുലർ വെലോസിറ്റി, ദാറ്റ് മീൻസ് ഇൻ ടേംസ് ഓഫ് RPM തന്നിട്ടുണ്ട്. എത്ര? 800 RPM തന്നിട്ടുണ്ട്. ഓക്കെ, അത് നമ്മളിവിടെ ക്വസ്റ്റ്യൻ നോക്കി കഴിഞ്ഞാൽ അറിയാം കേട്ടോ. സെക്കൻഡ് ഗിയറാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത്, ഔട്ട്പുട്ട് കൊടുക്കുന്നത് എവിടെ? 8ലാണ്. സോ ഇതിനകത്ത് 18T, 15T, 44T, 18T, 33T, 25T, 48T എന്ന് പറയുന്നത് എന്നുവെച്ചാൽ നമ്പർ ഓഫ് ടീത്താണ്. സോ നമ്മൾ ഗിയർ 2ൻ്റെ RPM തന്നിട്ടുണ്ട്. അത് വെച്ച് എന്താണ്? ω2 = 2πn/60, 2π × 800/60. സോ 83.77 radian/s കിട്ടി. ഓക്കെ, ഇനി നമുക്ക് എന്താണ്? വെലോസിറ്റി റേഷ്യോ ഓഫ് ഗിയർ ട്രെയിൻ അറിയാം. ദാറ്റ് മീൻസ് നമ്മളെന്താണ്? സ്പീഡും നമ്പർ ഓഫ് ടീത്തുമാണ് നമ്മൾ ഇക്വേറ്റ് ചെയ്യുക. ഓക്കെ, ഇതിനകത്ത് ആംഗുലർ വെലോസിറ്റിയാണ് ഇക്വേറ്റ് ചെയ്യുന്നത്. സോ ω8/ω2 = n2/n3 into n4/n5 into n6/n7 into n7/n8. ആ കോമ്പിനേഷൻ നോക്കുക, ഡിവൈഡ് ബൈ. ഓക്കെ, എന്നിട്ട് നമ്മളെന്താണ്? നമുക്ക് എല്ലാത്തിൻ്റെയും ഈ എന്ന് ഉദ്ദേശിച്ച ടീത്താണ് കേട്ടോ. ഓക്കെ, ടീത്താണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ടീത്തിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. n2ൻ്റെ വാല്യൂ 18 ആണ്, n3യുടെ വാല്യൂ 44 ആണ്, n4ൻ്റെ വാല്യൂ 15 ആണ്, n5ൻ്റെ വാല്യൂ 33 ആണ്, n6ൻ്റെ വാല്യൂ 18, n7ൻ്റെ വാല്യൂ 25, ദെൻ n7ൻ്റെ വാല്യൂ 25/48. സോ ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്കും 0.0697 കിട്ടും. ആൾറെഡി നമുക്ക് ω2ൻ്റെ വാല്യൂ നമുക്കറിയാം. സോ ω8/ω2 = 0.0697 കിട്ടും. സോ നമുക്കിവിടെ നിന്ന് ω2 ആൾറെഡി അറിയാം. ω2ൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് മേളിൽ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 83.77. സോ നമുക്ക് എന്താണ്? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ദെയർഫോർ ω8 = 5.87 radian/s കിട്ടും. ഓക്കെ, താങ്ക് യു. അടുത്ത വീഡിയോയിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താങ്ക് യു.